രാജ്യത്ത് പരീക്ഷാ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചെങ്കിലും 20-ാം തീയതി നടന്ന CJPയുടെ പാർലമെന്റ് പ്രതിഷേധ മാർച്ചിൽ വലിയ തോതിലുള്ള അതിക്രമമാണ് ഡൽഹി പോലീസിന്റെയും സേനാ വിഭാഗങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DYFI നേതാവ് ജേക്സി തോമസ് മീഡിയ വണിനോടൊപ്പം ചേരുകയാണ്. സഖാവ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. വലിയ തോതിലുള്ള അതിക്രമം വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായിരുന്നു. സ്വതന്ത്രമായിട്ട് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു അതിക്രൂരമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, നമ്മളെല്ലാവരും നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് വരുന്ന അനൗദ്യോഗിക മാധ്യമങ്ങൾ, യൂട്യൂബർമാർ, കണ്ടന്റ് ക്രിയേറ്റർമാർ, സോഷ്യൽ മീഡിയ അൽഗോരിതത്തിൽ യഥാർത്ഥത്തിൽ സംഘപരിവാരത്തിൻ്റെ ഒരു അജണ്ടയെ പൊളിച്ചടുക്കിയ വിജയിച്ച ഒരു സമരം കൂടെയാണിത്. ആ സമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾ സൂചിപ്പിച്ച കാഴ്ചകളായിരുന്നു നമ്മളെ ഒക്കെ ഏവരെയും പിടിച്ചുലച്ചത്, അല്ലെങ്കിൽ അസാധാരണമായ പ്രതിഷേധത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. നെയിം ബോർഡില്ലാത്ത യാതൊരു തരത്തിലുമുള്ള സ്വന്തം ഐഡൻറ്റിറ്റിയെ പുറത്ത് കാണിക്കാത്ത നിലയിൽ ഒരു ഗുണ്ടാസംഘം എന്നതുപോലെ പ്രവർത്തിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടുത്തെ പോലീസ് സംവിധാനമാകെ എന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസ് മാത്രമല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റി കൺസേൺസ്, അത് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ട്രംപിൻ്റെ ഭാഷയാണ്, ഈ ഫുട്ബോൾ വേൾഡ് കപ്പിൽ നമ്മൾ കേട്ടതാണ്. സെക്യൂരിറ്റി കൺസേൺസ് എന്ന വ്യാജ പ്രതീതിയെ മുൻനിർത്തി സമരത്തെ നിയന്ത്രിക്കാനും അടിച്ചൊതുക്കാനും എത്തിയ വിവിധ വിഭാഗം സേനകളാകെ തങ്ങളുടെ പേരും മറ്റു വിവരങ്ങളും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് സമാനതകളില്ലാത്ത നരനായിട്ടാണ് ഈ സമരത്തിന് നേരെ അഴിച്ചുവിട്ടത്. ഹെൽമറ്റ് ധരിച്ച്, ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ച്, മുഖം പരിപൂർണമായും മറച്ച്, കണ്ണിന് താഴെ തൂവാല കെട്ടി, വടിയെടുത്തുകൊണ്ട് ആ വഴിയെ നടന്നു പോകുന്ന സമരക്കാരെന്ന് തോന്നിപ്പിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികളെയും ചെറുപ്പക്കാരികൾ, ട്രാൻസ്ജെൻഡറുകൾ, ഇവരെ എല്ലാവരെയും ആക്രമിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായിട്ടുള്ള അതിക്രമത്തിൽ DYFI നിയമ പോരാട്ടത്തിലേക്ക് കടക്കും. അത്തരത്തിലുള്ള എല്ലാ സാധ്യതകളെയും സംബന്ധിച്ച് പരിശോധിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പാർലമെന്റ് അംഗം കൂടിയായിട്ടുള്ള സഖാവ് A റഹീമാണ്. അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ചില വിവരങ്ങൾ കൂടെ പുറത്തു വരുന്നുണ്ട്. DYFIയുടെ പ്രതികരണമാണ്.